ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്കൊരു കുക്കിംഗ് വ്ലോഗ് ചെയ്താലോ? ഈ ഗ്രീൻ പീസ് വിത്ത് എഗ്. നമ്മൾ ബീച്ചിലൊക്കെ പോയാൽ ഈ സംഭവം കിട്ടൂലേ, നല്ല ടേസ്റ്റ് അല്ലേ? അപ്പം നമുക്ക് വീഡിയോക്ക് പോവാം. അടുപ്പ് കത്തിക്കാം. ഇത് ഒന്ന് ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് സവാള ഒന്ന് മൂത്ത് വരുമ്പോൾ ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിടേ. സവാളയൊക്കെ നല്ല മൂത്ത് വന്നു. ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് തക്കാളി ഇടാം. നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഈ ഓരോന്നും ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ചുണ്ടാക്കുന്നത്. ഞാനിവിടെ ഒരു മുട്ട വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് കറിവേപ്പില കേട്ടോ. നല്ലോണം വഴറ്റി വെക്കാം. ഇതിനോട് നമുക്ക് പച്ചമുളക് കഴിഞ്ഞില്ല. എരിവിൻ്റെ അനുസരിച്ച് കൂട്ടി കൊടുക്കട്ടോ പച്ചമുളക്. നല്ലോണം മൂത്തിട്ടോ നമുക്ക് അതിലേക്ക് പൊടികളിടാം. ഗരം മസാല കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഓൾറെഡി ഈ ഗ്രീൻ പീസ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിൽ വേവിച്ചാട്ടോ. അത് ഇത് ഒന്ന് നല്ല സെറ്റ് അങ്ങനെ ആയി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഒഴിച്ചെടുക്കാം. ഞങ്ങളെ വീട്ടിലുണ്ടായ കോഴിമുട്ട ഇട്ടത്. അപ്പം ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നല്ല മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് ഞാൻ വീട്ടിൽ 2-3 തവണ ഉണ്ടാക്കിയതാട്ടോ. സംഭവം ഇത് റെഡി ആയി കിട്ടും. നമുക്ക് ലാസ്റ്റ് മല്ലിച്ചപ്പ് ഇതിലിട്ട് അറിയാം. അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമ്മളെ സംഭവം റെഡി ആയി. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊളിയ ടേസ്റ്റ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി നമുക്ക് ഒരു കഷ്ണം ബ്രെഡ് ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് കഴിക്കാം. ഒരു കഷ്ണം ബ്രെഡ് എടുക്കുക. എന്നിട്ട് ഇത് ഇതിൽ മുക്കിയിട്ട് ഒരു പിടിയായിട്ട് പിടിക്കുക. പൊളി. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം.